Hi guys, welcome to Joy Stories. ചെയ്യുന്നത്തെ അജണ്ട. So today we're gonna watch Emburan. ഞങ്ങള് കുറെ നാളായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തത്. You feel good? Yeah, I feel good. Like ജോലിക്ക് വേണ്ടി അല്ലാതെ when you wear clothes Yeah. and like നമുക്ക് വേണ്ടി തന്നെ ഒന്ന് റെഡി ആയി പുറത്തു പോകുന്ന ഒരു ഭയങ്കര ഫീൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇന്നലെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ഇന്നാണ് കുറച്ച് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഇത് ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കണ ബിക്കോസ് ഭയങ്കര മഴ ഒക്കെയുള്ള എല്ലാ ഇതുമുണ്ട്. ആണോ? ഓ ചാരി തുടങ്ങി കേട്ടോ മഴ. ഇന്ന് മഴ ദിവസമാണ്. ഞങ്ങൾ ഇന്നലെ പോകണം എന്ന് വിചാരിച്ചാ, പക്ഷെ ഇന്നലെ വാസ് ഫ്രൈഡേ. പക്ഷെ ഫ്രൈഡേ പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ഫ്രൈഡേ പിന്നെ ജോലി കഴിഞ്ഞ് പിന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പിന്നെ പുറത്ത് പോയി അതൊരു എന്താ പോകാൻ വേണ്ടി പോകുന്നതല്ല. പക്ഷെ ഇന്നാകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാമല്ലോ എന്ന് വെച്ചിട്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ ആണ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീ കുറേ ദിവസമായിട്ട് നമുക്കിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗറാജിൽ വെക്കാമെന്ന് വെച്ചിട്ട്. ഇവിടെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ അപ്പച്ചൻ്റെ വീട്ടിലെ പൂ മാറി. അവിടെ ഇത്രയും നാളും ഒരു ഉണങ്ങിയ എന്തായിരുന്നു ഒരു ക്രിസ്മസ് ഫ്ലവർ ഉണ്ട്, അതായിരുന്നു. അപ്പം അത് മാറി വേറെ ഡാഫഡിൽസ് ഒക്കെ ആയി. ആണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടോ അപ്പച്ചൻ്റെ വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ ഇനി ഇതിന് സ്പ്രിങ് ആയതിൻ്റെ ഒരു ഇതായിട്ട് പുള്ളി ഡെക്കോർസൊക്കെ മാറ്റുകയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ പോവാണ്. ഓൾ സെറ്റ്. നമുക്ക് 3 o'clock ഷോ ഉള്ളത്. അത് ഇവിടെ ഇപ്പോൾ 12 മണിയായി. ഞങ്ങൾ ഓൺ ദ വേ കുറച്ച് കടകളിലൊക്കെ കയറാനുണ്ട്. സോ അതാണ് ഇപ്പം നേരത്തെ ഇറങ്ങുന്നത്. എന്താ പക്ഷേ മഞ്ഞിച്ചിരിക്കുന്നു. നമ്മൾ മഴയൊക്കെ പെയ്തു തുടങ്ങി. ശോകം കാലാവസ്ഥയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഇനി തിരിച്ചു വരേണ്ട വരുമോ എന്നറിയില്ല. സോ വിൽ വാക്ക് യു ത്രൂ ഗൈസ്. അല്ലേ ഷൈൻ? നമ്മളിപ്പോൾ ഡോളർ ട്രീയിലാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എനിക്കൊന്ന് വാലന്റൈൻസ് ഡേ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഓരോ സീസൺ വരുമ്പോൾ ഓരോ ഡെക്കോർസിനെ ഒരു പ്രൊജക്ട് ലൈക്ക് ഡെക്കോർസ് ഇവിടെ വെക്കും എന്നുള്ളതാണ്. ഈ ഈസ്റ്റർ ബണ്ണീസാണ് മിക്കതും. പിന്നെ ഇത് ഈ എന്താ പറയണേ, ഇവിടെ എഗ്സ് ആണല്ലോ, ഈസ്റ്റർ എഗ്സ് ആണ് ഇവിടെ മെയിൻലി ഈസ്റ്ററിന് എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്, ഡെക്കോർസായിട്ട് വെക്കുന്നതും. പിന്നെ ഈസ്റ്റർ എഗ്ഗ് പിക്കിങ്ങും അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഈ ഈസ്റ്റർ എഗ്ഗൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അത് പോയി കണ്ടുപിടിക്കാനൊക്കെയുള്ള ഗെയിംസും അങ്ങനത്തെയൊക്കെ അതാണ് ഇവിടുത്തെ ട്രഡീഷൻ. അപ്പോൾ അതിന് പെറുക്കാൻ പോകാനുള്ള ബക്കറ്റ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. അപ്പം എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനാണ് ബേസിക്കലി ഇങ്ങോട്ട് വന്നത്. ഇങ്ങനത് ഇറ്റ്സ് നോട്ട് ഈസി. പുറത്തിറങ്ങാനാണ് പാട്. അപ്പം പുറത്തിറങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഡോളർ സ്റ്റോറിന് എല്ലാത്തിനും $1.25 ഇത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ രാജ്യത്തും അങ്ങനെ ഒരു കട ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഏതെടുത്താലും 10 എന്ന് പറയുന്ന പോലെ ഇവിടെ $1.25 സാധനങ്ങൾ കിട്ടുന്ന ഏക ഒരു കടയാണ് ഡോളർ സ്റ്റോർ. എല്ലാവരും ഒത്തിരി കാര്യത്തിനൊക്കെ ആയിട്ട് ഇത് ഡിപ്പെൻഡ്. മൊത്തം മുട്ടമയമാണ് ഇവിടെ. എൻ്റെ സംഭവങ്ങളൊക്കെ ആക്ച്വലി ഞാൻ വാങ്ങിച്ചു. എന്നെ അവിടെ ആക്കിയിട്ടാണ് പോയത്. പക്ഷേ എന്തോ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തോ പരിപാടിക്ക് പോയി. അപ്പോൾ ഐ ഹാവ് സം ടൈം. ഈ സോഫ്റ്റ് ഡോൾസിനൊക്കെ ഇതിനൊക്കെ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതൊരു പ്ലസ്സിൽ പെട്ടതാണ്, പ്ലസ് ഐറ്റംസിൽ പെട്ടതാണ്. അതിന് $5. ബാക്കി ബുക്സൊക്കെ ഉള്ള ഡോളർ സ്റ്റോർ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ട്. സോഫ്റ്റ് ഡോൾസ്, ഇത് മൊത്തം സോഫ്റ്റ് ഡോൾ സെക്ഷനാണ്. ഉണ്ടാവും കേട്ടോ ഇവിടെ. ലൈക്ക് ഇതെനിക്ക് തോന്നുന്നു പിള്ളേരുടെ ഗെയിംസ്, ഹോട്ട് വീൽസൊക്കെയാണ്. പക്ഷേ എന്നെ കുറേ നാളായിട്ട് കുറച്ച് ഹോട്ട് വീൽസ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു.
ഐ മൈ ടേക്ക് വൺ. ശരി, ഭയങ്കര ഇഷ്ടമാണ്. തിങ്ക് ഈ ഓഡിയുടെ ഒരെണ്ണം എടുക്കാൻ തോന്നുന്നു. യാ, ഐ ടേക്ക് ദാറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി. ശരി, ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെ നല്ല മഴയാണ്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. യാ, ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞാണ്. എന്ന് വെച്ചാൽ ഞാനായിരിക്കും ലേറ്റ് എന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും 1 മണിക്കൂറിന് ഇപ്പോൾ ഓൾറെഡി 2 മണിയായി. 3 മണിക്ക് സിനിമ തുടങ്ങും. നമുക്കൊരു വരുന്നുണ്ടെന്ന് തോന്നുന്നു. 3 മണിക്ക് സിനിമ തുടങ്ങും. എനിക്കറിയില്ല സമയത്തിന് അവിടെ എത്തുമെന്ന്. കാരണം പിന്നെ 3 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഒഫീഷ്യലി സിനിമ തുടങ്ങുന്നത്. ഈ ലോകത്തുള്ള എല്ലാ പരസ്യവും കാണിച്ചിട്ടാണ് തുടങ്ങത്തുള്ളൂ. ആണ് നമ്മുടെ ചേട്ടൻ വന്നു. നോക്ക, എനിക്ക് ഹോട്ട് വീൽസ് ഒന്നല്ല 2. നോക്ക, 2 ഹോട്ട് വീൽസ് RD. Oh God, it's a RS. Oh God. Did you like it? Yes, I did. ഇഷ്ടപ്പെട്ടു. രാത്രിയാണ് ഇനി കുറച്ച് കൂട്ടി കളിക്കാം. അതെ, രാത്രി കുറച്ച്. അതെ, നിങ്ങളൊരു വലിയ സംഭവമാണ്. ഈ കുഞ്ഞ് വണ്ടിക്കാണ് ഷെയിൻ കിടന്ന് ഇത് കാണിച്ചത്. ഷെയിന് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് ലൈക്ക് അത് പെയിന്റ് ചെയ്യുന്നൊരു സാധനം. ഓക്കെ ഗൈസ്, സോ കണ്ടില്ലേ നല്ല മഴയാണ് ഇപ്പോഴും. അവിടെ ഉണ്ടായിരുന്നില്ല. 3 മണിക്കൂർ മുട്ടായിയുടെ ബ്രാൻഡ് കിട്ടാത്തതിനാണ് കേട്ടോ. ബ്രാൻഡ് അല്ല, മുട്ടായി മാത്രം വാങ്ങിയതുകൊണ്ടാ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? Oh, you wanted chips? What to do? അതിവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ തിന്നാൻ പോകുന്നതല്ലല്ലോ. നല്ല മഴയാണ്. സോ യാ, Four minutes, okay, of our time. Very early. 54 ഈ 3 മണിക്ക് പടം തുടങ്ങും. പിന്നെ ഇവിടെ ആരും ടിക്കറ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ടിക്കറ്റ് കഴിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും നമുക്കില്ല. നമ്മളിവിടുത്തെ AMC തിയേറ്റേഴ്സിലാണ് വന്നേ. ചെറി ബ്ലോസം പൂത്ത് വരുന്നതാണ്. താങ്ക് യു. ഓ ജെന്റിൽമെൻ. ഞാൻ ജെന്റിൽ വുമൺ ആവാം. അവിടെ ഞാൻ ജെന്റിൽമെൻ. ഗുഡ് ന്യൂസ്. 3 മണിക്ക് ആന്ന് പറഞ്ഞ് വന്ന ഞങ്ങൾ ലാംഗ്വേജ് നോക്കിയില്ല. തെലുങ്ക് എമ്പുരാനാണ് 3 മണിക്ക്. നമ്മുടെ മൂവി 7 മണിക്കാണ്. ആക്ച്വലി ആദ്യമായിട്ടാണ് അങ്ങനെ ഫുള്ളാണ്, തിയേറ്റർ ഫുള്ളാണ്. നമുക്ക് കുറച്ച് സീറ്റ്സേ ബാക്കിയുള്ളൂ. അതും അറ്റത്തും മൂലയ്ക്കൊക്കെ. ഞങ്ങൾ ഇതുവരെ പ്രീ ബുക്ക് ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും സീറ്റ്സ് ഉണ്ടാവും. പ്രീ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൺവീനിയൻസ് ഫീ ഒക്കെ കൊടുക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ, തിയേറ്ററിൽ വന്നിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഒരാൾ ഏത് സീറ്റ് വേണമെന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യാൻ തിയേറ്റർ കാണാൻ പോയിട്ട് വരികയാണ് ഷെയ്ൻ. ഇവിടെ തിയേറ്റർ നോക്കിയിട്ടേ ഷെയ്ൻ ഇനി ടിക്കറ്റ് എടുക്കത്തുള്ളൂ. കാരണം കുഞ്ഞ് തിയേറ്ററിൽ 3 റോ എങ്ങാണ്ടേ ഉള്ളൂ സീറ്റുകൾ. സോ നമ്മൾ നോക്കിയിട്ട് ഏതാ വേണ്ടേ, ജസ്റ്റ് ഗോ കൺഫേം. നമ്മൾ C എടുക്കുകയാണ്. കണ്ടോ, ഇത് ഫുള്ളാണ്. C3 and C4.
ബാക്കി മൊത്തം ഓക്യുപ്പൈഡ് ആണ്. സന്തോഷായില്ലേ? നിനക്ക് സന്തോഷമായില്ലേ? അല്ലെങ്കിലും എനിക്കിത് വരണം, ഞാനിത് കേട്ടല്ലേ മതിയാവും. നമുക്കിതിന് മുന്നേ ഇങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടില്ല. ഞങ്ങൾ ഓൺ ദ വേ എങ്ങനെയായാലും ചെക്ക് ചെയ്യും അല്ലേ ഷേ? അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. പക്ഷെ ഇത് ലാംഗ്വേജ് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എവിടെയും. അപ്പം തെലുങ്കുന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓക്കെ മനസ്സിലാവും. ഇത് ലാംഗ്വേജ് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. നോക്കണമായിരുന്നു. പാൻ ഇന്ത്യൻ മൂവി ആയതുകൊണ്ട് അത് നോക്കേണ്ട കടമ നമ്മുടെ ആയിരുന്നു. എങ്ങനെ ഇനി 7 മണി വരെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാം. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ആയി തുടങ്ങി കണ്ടോ. ഈ ഇലയൊക്കെ തളിർത്തു. അവിടുത്തെ പുല്ലൊക്കെ പച്ച കളറായി. അവിടെയൊക്കെ ഇനി ആകാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ മാത്രമേ ആയുള്ളൂ. എന്താണോ എന്നത് ആണ് ഞാൻ പറഞ്ഞ ആ പൂവ്. അതെന്ത് പൂവാണോ എന്തോ. ഇനി അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് അറിയത്തുള്ളേ. ഞാൻ നോക്കട്ടെ. ഇതാണ് നമ്മുടെ പൂവ്. ഇത് ചെറി ബ്ലോസം അല്ല, പക്ഷെ ചെറി ബ്ലോസം പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് ചെറി ബ്ലോസമാണത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ കാണാൻ. ഇത് മൊത്തം പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. See this. അത്രയും നേരം സമയം കണ്ട് അല്ല എന്താണ് അത്രയും നേരം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് GameStop. Seriously? എന്നാ കുഴപ്പമില്ല. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കയറിപ്പോയാൽ ഇറങ്ങി വരണത് കാണാറില്ല. ബാ പോവാം GameStop. ഈ ഷെയ്ൻ ഇവിടെ കയറി ആന കരിമ്പും കാട്ടി കയറിയതുപോലെ ആയിരിക്കും. ഒരു മായിക ലോകത്തായിരിക്കും ഷെയ്ൻ. പിന്നെ എനിക്കറിയില്ല. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു 7 മൈൽസാണ് കാണിച്ചത്. എന്നെ വല്ല ഡോളർ സ്റ്റോറിലും കൊണ്ടാക്കാറുണ്ട് എനിക്ക്. ഇത് ഒത്തിരി വലിപ്പമുണ്ട്. ഞാൻ കണ്ടായിരുന്നു. ഇത്തിരി വലിപ്പമുള്ള കേട്ടോ. ജസ്റ്റ് ഗോ ഇൻ. സന്തോഷമായോ GameStop കണ്ടുപിടിച്ചപ്പോ? അയ്യോ എന്തോത്തിന്. ഷെയ്ൻ്റെ ഒരു എന്താ പറയുന്നത് ഹാങ് ഔട്ട് സ്പോട്ടാണിത്. ഗെയിമേഴ്സിൻ്റെ ഒക്കെ വലിയ ഒരു സ്ഥലമായിരിക്കും ഇത്. എല്ലാ ഗെയിംസും കിട്ടും. എല്ലാ തരത്തിലുള്ള ഈ ഗെയിംസിൻ്റെ ഈ മെർച്ചൻഡൈസസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. സി ഇങ്ങനെ അതിൻ്റെ കപ്സ്, കോമിക്കിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ എല്ലാ സംഭവങ്ങളും, പിന്നെ എല്ലാം ബേസിക്കലി എല്ലാം പോക്കിമോൻ എല്ലാം ഉണ്ട്. എല്ലാ പരിപാടികളും ഉള്ള സ്ഥലമാണ്. ഷെയ്ൻ ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ 3 ദിവസത്തേക്ക് ഷെയ്ൻ്റെ പ്രതീക്ഷയാണ്. ഷെയ്ൻ ഒരു മായി അതാണ് കേട്ടോ. ഇപ്പം എന്നെ മറന്നേ പോയി ഷെയ്ൻ. അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 3 മണിക്കൂറായെന്ന് തോന്നുന്നു. ഹീസ് ലോസ്റ്റ്. അങ്ങനെയാണ്. ഹീസ് ദാറ്റ് മച്ച് ഇൻ ടു ഗെയിംസ്. ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. നമ്മുടെ ഷെയ്ൻ്റെ PS5 എന്നാ പുതിയ ഗെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. PS4-ലാണെങ്കിലും പുതിയ ഗെയിംസ് ഇറങ്ങുന്നില്ല. PS5 ഇറങ്ങിയിട്ട് PS4-ലോട്ട് കളിക്കാൻ വേണ്ടിയുള്ള രീതിയാണ്. So is there any new games ഷെയ്ന് ഇഷ്ടമുള്ള? Only new one I've seen so far is the WWE 25. ഷെയ്ൻ അപ്പോൾ ഗെയിമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഞാൻ വിചാരിച്ചു ഡോളർ സ്റ്റോറിൽ പോയിട്ട് വരാമെന്ന്. ഡോളർ സ്റ്റോർ ഇവിടുന്ന് തൊട്ടടുത്താണ്, കുറച്ച് പോയാൽ മതി. ഞാൻ വണ്ടിയെടുത്ത് ഡോളർ സ്റ്റോറിൽ പോയിട്ട് വരാം. അവിടുന്ന് വരുമ്പോഴത്തേക്കും ഷെയ്ൻ്റെ പരിപാടികളൊക്കെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുക. അല്ല മഴയില്ല, പക്ഷെ ഇവിടെ ഒരു ലേക്കുണ്ട് കേട്ടോ. ഓ മഴ നല്ല ചാറി ഇങ്ങനെ ഇരിക്കുക. പെയ്യുന്നുമില്ല, പെയ്യണ്ട.
പെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പരാതിയൊന്നുമില്ല. അൽഷോ കണ്ടോ, ആ കാണുന്ന ഒരു ലേക്കാണ്. ലേക്ക്, ഒരു കുഞ്ഞ് ലേക്കാണ്, ആ മാൻമെയ്ഡ് ലേക്കായിട്ട്. കണ്ടോ, ഓൾമോസ്റ്റ് സിറ്റിയുടെ അടുത്താണ്. സിറ്റിയുടെ അടുത്ത് ആണ് ഇങ്ങനെ ഒരു ലേക്ക് ഉള്ളത്. ഇനി നമുക്ക് പയ്യെ ഡോളർ സ്റ്റോറിലോട്ട് വരും. ഞാൻ ഏത് നേരം എന്താ ഡോളർ സ്റ്റോറിൽ ഇരിക്കണമെന്ന് വെച്ചാൽ, ഞാൻ എനിക്കൊരു ആർട്ടിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആൻഡ് ഐ ഡു എ ലോട്ട് ഓഫ് DIYs. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ നേരത്തെ ഡോളർ സ്റ്റോറിൽ പോയപ്പോൾ കിട്ടിയില്ല. സോ ജസ്റ്റ് ഇവിടെ ഇത് കുറച്ച് ദൂരത്തിലുള്ള ഡോളർ സ്റ്റോർ ആയതുകൊണ്ട് ഇവിടെ കിട്ടുമോ എന്ന് നോക്കാം എന്ന് വെച്ചിട്ടാണ്. സോ നമ്മൾ ഡോളർ സ്റ്റോറിൻ്റെ സ്ഥലത്തെത്തി. നമുക്ക് പയ്യെ അവിടെ പോയി നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഒരു കുഞ്ഞു ഡോളർ മച്ച് ബിഗ് കണ്ടോ, നമ്മുടെ അവിടെ ഉള്ളതിൻ്റെ അത്രയും ബിഗ് അല്ല. പിന്നെ ഹോബി ലോബി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും ഇതുപോലെ നമുക്ക് അത്യാവശ്യം ആർട്ടിൻ്റെയും സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ഹോബി ലോബി. അവിടെയും നമുക്ക് വേണമെങ്കിൽ കയറി നോക്കാം. മിക്കവാറും ഓടിച്ചു വിടുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫൈനലി ബെസ്റ്റ് ബൈയിലേക്ക് വന്നേക്കാണ്. നമ്മൾ പടം കഴിഞ്ഞിട്ട് പോകണം എന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ബെസ്റ്റ് ബൈയിൽ വെറുതെ പ്രത്യേകിച്ച് ആയിരുന്നു, ഞങ്ങൾ എല്ലാ ആഴ്ചയും വരാറുണ്ട്, ചുമ്മാ പരിപാടികളൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട്. ആണ് ലുക്ക് അറ്റ് ദിസ് കീബോർഡ് വളഞ്ഞിരിക്കണമുണ്ടോ, നൈസ്. കൈ വെക്കാനുള്ളൊരു സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇറക്കി വിടുമോ അവരാ? മതി ഓഫ് ചെയ്യേ. എടോ താനൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതെല്ലാം ഓപ്പൺ ബോക്സാ ഇത്. ഓർ ഇസ് ഇറ്റ് ലൈക്ക് ഈ സെക്ഷൻ ആയിരിക്കും അല്ലേ? ഓ ഷർട്ട്, ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും. ഇപ്പം നമ്മൾ കഴിക്കാൻ വന്നേക്കുകയാണ് ഗൈസ്. അവിടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എന്താണ്? KTS പിറ്റ. സോ നമ്മളിപ്പോൾ കഴിക്കാൻ വന്നു. ഷെയിൻ്റെ മിക്സ്ഡ് ഗ്രിൽ പ്ലാറ്റർ വന്നു. ഞാനൊരു ചിക്കൻ ഷവർമയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ദിസ് ഇസ് എന്താ പറയുന്നത്, ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. ഇതാണോ ഈ പീറ്റ ബ്രെഡ്? എൻ്റെ ഷവർമ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാതെ. Actually good. എനിക്ക് നാട്ടിൽ കിട്ടുന്ന ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വൽ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ അറബിക് ഷവർമ അല്ല, നാട്ടിൽ കിട്ടുന്ന ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇത് ബ്രെഡ് ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, പക്ഷെ അകത്ത് ഇത് നല്ല ഫ്ലേവേർഡാണ്. എനിക്ക് ഇഷ്ടപ്പെടും, നൈസായിട്ടുണ്ട്. സോ അങ്ങനെ വീണ്ടും നമ്മൾ AMC തിയേറ്റേഴ്സിലേക്ക് വന്നു ഗൈസ്. നമ്മൾ സെക്കൻഡ് നമ്മുടെ എല്ലാ ലോക പര്യടനവും കഴിഞ്ഞിട്ട് ഇപ്പം വന്നേക്കാണ്. ഇപ്രാവശ്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്രാവശ്യമെങ്കിലും നടക്കൂടെ? ഓ, അവൻ അവിടെ കയറ്റണം. നമ്മളിനി കറങ്ങി വരേണ്ട വരും. പ്ലേസ് പോലെ. സോ അതൊക്കെ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ എമ്പുരാൻ മിസ്സായ വ്ളോഗ്. എമ്പുരാൻ ഷോ മിസ്സായ വ്ളോഗ്. ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോകുന്ന വ്ളോഗായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ അവസാനം ഇത് മിസ്സായി ഗൈസ്. സോ ഇത് നമ്മൾ സെക്കൻഡ് ചാൻസ് നമ്മൾ ഭാഷയിലായിപ്പോയി ഗൈസ്. 3 മണിക്കത്തെ ഷോ തെലുങ്കുവിൽ. So that's the only problem guys. ഒന്നും മിസ്സാകില്ല. ഉള്ളപ്പോൾ നിങ്ങൾ അത് പേടിക്കേണ്ട കാര്യമില്ല. അത് കഴിയാൻ എനിക്ക് വേണ്ടി.
So that's it. This is Josh Torres signing off. Bye. Peace, homies.